മന്ദാരം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് അവല് വെച്ചിട്ടുള്ള ഒരു കൊഴുക്കട്ടയും അതിലേക്ക് വേണ്ട ഒരു ചട്നിയാണ്. നമുക്കിത് ഡിന്നറായിട്ടും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു ഐറ്റമായിട്ടും അല്ല ഇനി വൈകിട്ട് നമുക്ക് ചായക്കാണെങ്കിലും ഇത് നല്ല ടേസ്റ്റുള്ള ഒരു ഡിഷാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രം എടുത്തിട്ട് 250 ml കപ്പിന് 1.25 കപ്പാണ് അളന്നെടുക്കുന്നത്. നമുക്ക് കൂടുതൽ വേണമെങ്കിൽ അളവുകളൊക്കെ കൂട്ടിയെടുക്കാം. ഞാൻ എപ്പോഴും ഓരോ ഡിഷ് തയ്യാറാക്കുമ്പോഴും അത് പറയാറുണ്ട്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. 1.25 കപ്പാണ് ഞാനിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഇനി ഇത് നല്ലതുപോലെ ഒരു 3 പ്രാവശ്യം 4 പ്രാവശ്യമോ കഴുകി, അതുപോലെ വെള്ളമൊന്നും ഒഴിക്കേണ്ട, ഒരു 4 പ്രാവശ്യം നന്നായിട്ട് വാഷ് ചെയ്തിട്ട് അതുപോലെ വെക്കാം. ആ വെള്ളത്തിൽ തന്നെ ഇതൊന്ന് കുതിർന്ന് കിട്ടാണ്ട്. അപ്പോഴേക്കും നമുക്ക് അതിലേക്ക് വേണ്ട വേറെ ഐറ്റം തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണയാണ് ഞാൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. 2 ടീസ്പൂൺ ഒഴിച്ചു കൊടുത്തു. ഒരു 1/4 ടീസ്പൂൺ കടുക് ചേർത്തു. കടുക് നന്നായിട്ട് പൊട്ടി വന്ന ശേഷം ഒരു 1/4 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കാം. ഉഴുന്നുപരിപ്പ് ചേർത്ത ശേഷം അതേ അളവിൽ തന്നെ കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. രണ്ടും ഏകദേശം ഒരേ അളവും ഒരേ മൂപ്പുമാണ് ഇതിന്. അതൊരു റെഡ് കളറായിട്ട് വരുമ്പോൾ നമുക്ക് ഒരു സവാള ഞാൻ കൊത്തിയരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ചേർത്ത് കൊടുത്തു. പിന്നീട് 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞിട്ടുണ്ടായിരുന്നു, അതും ചേർത്തു. ഒരു തണ്ട് കറിവേപ്പിലയും അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് വാട്ടി എടുക്കണം. 3ഉം നല്ലതുപോലെ വാടി കിട്ടട്ടെ. ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. വീണ്ടും ഇളക്കി എല്ലാതും കൂടി യോജിപ്പാക്കി എടുക്കണം. ഇത് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് പാകത്തിന് മൂത്ത് കിട്ടിയ ശേഷം നമുക്ക് ഒരു 2 ടീസ്പൂൺ ടേബിൾ സ്പൂൺ, അതായത് ഒരു പിടി നാളികേരം ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ചേർത്ത് കൊടുത്തു. നാളികേരം അല്ലാതെ നമുക്ക് ഫ്രൈ ആവുമൊന്നും വേണ്ട. ഈ സമയത്ത് നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള അവല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏകദേശം അത് കുതിർന്ന് നന്നായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ വെള്ളമൊന്നും ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അത് കഴുകി വെച്ചിട്ടുള്ള അതേ വെള്ളത്തിൽ തന്നെയാണ് അത് കുതിർന്ന് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിലേക്ക് വേണ്ട ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ അവല് ചേർക്കുമ്പോൾ വേണ്ടത്ര ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം. ഇനി സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം മിക്സ് ചെയ്തെടുത്താൽ മതി. കാരണം ചൂട് കൂടിക്കഴിഞ്ഞാൽ ഇത് ഫ്രൈ ആയിട്ട് വരും. അപ്പോൾ നമുക്കിത് ഉരുട്ടിയെടുക്കാൻ പറ്റില്ല. നമ്മളിനി ഇത് ഉരുട്ടിയിട്ടാണ് കൊഴുക്കട്ട ഉരുട്ടിയെടുക്കണം. അതുകൊണ്ട് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് വേണം ഇതുപോലെ ഇളക്കി യോജിപ്പിക്കാൻ. ആ സമയത്ത് തന്നെ ഉപ്പും കൂടി ഒന്ന് പാകം നോക്കിയിട്ട് നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് തണുക്കാൻ വേണ്ടിയിട്ട് ഒഴിച്ച് വയ്ക്കാം. അപ്പം ഞാൻ ഈ പാത്രത്തിലേക്കാണ് ഇത് ഒരു 6-7 മിനിറ്റ് നേരം വെച്ചിട്ടുണ്ടായിരുന്നു തണുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് നമ്മളിത് നമുക്കിഷ്ടമുള്ള അത്ര വലുപ്പത്തിൽ ഉരുട്ടിയെടുക്കണം. ഞാനിപ്പോൾ ഈ വലുപ്പത്തിലാണ് ഉരുട്ടിയെടുക്കുന്നത്. നല്ലതുപോലെ ചൂടാറേണ്ട ആവശ്യമില്ല. നമുക്ക് ഉരുട്ടിയെടുക്കാൻ പാകത്തിലുള്ള ചൂടുള്ള സമയത്ത് തന്നെ ഉരുട്ടിയെടുക്കാം. ഇതുപോലെ ഞാൻ 9 ഉരുളയാണ് എനിക്കിതിന്ന് ഉരുട്ടിയെടുത്തത്. ഈ അളവിൽ ഈ വലുപ്പത്തിൽ 9 ഉരുളയാണ് കിട്ടിയത്. ഇനി നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇഡ്ഡലി പാത്രമാണ് അടുപ്പത്ത് വെച്ചിട്ട് അടിയിലത്തെ തട്ട് വെച്ചു. അതിൻ്റെ മീതെ ഒരു ഇല വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അല്ലെങ്കിൽ അത് കൂടുതൽ വെള്ളം എങ്ങാനും കയറിപ്പോവുമെന്ന് വിചാരിച്ചിട്ടാണ് ഇല വെച്ചത്. ആവിയിൽ തന്നെ ഇത് വെന്ത് കിട്ടണം. സ്റ്റീമർ ഉണ്ടെങ്കിൽ അതായാലും കുഴപ്പമൊന്നുമില്ല. ഒരു 5 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി. 5 മിനിറ്റിൽ കൂടുതൽ വെക്കേണ്ട ആവശ്യമില്ല. നമുക്കത് വേവുന്ന സമയത്തേക്ക് തന്നെ ചട്നി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നോക്കാം. അതേ പാൻ തന്നെ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വീണ്ടും ഒരു 1.5 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക്
ഒരു 1/4 ടീസ്പൂൺ കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. അതേ അളവിൽ തന്നെ ഉഴുന്നുപരിപ്പും ചേർത്ത് കൊടുത്തു. ഇനി ഇത് രണ്ടും മൂത്ത് വന്ന ശേഷം ചെറിയ ഒരു സവോളയാണ് ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത്. കാരണം കുറച്ച് ചട്നിയായിട്ടാണ് തയ്യാറാക്കുന്നത്, കൂടുതൽ ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്. അത് നമുക്ക് കൂടുതൽ വേണമെങ്കിൽ ഇതിപ്പോൾ ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെയും പറ്റിയ ചട്നിയാണ്. അതുകൊണ്ട് അളവ് കൂട്ടിയിട്ടെടുത്താലും കുഴപ്പമൊന്നുമില്ല. ഞാനൊരു ലേശം ചെറുതായിട്ടാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ചെറിയ ഒരു സവാളയാണ് എടുത്തത്. ചെറിയ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. ഒരു 5 വറ്റൽമുളകും ചേർത്ത് കൊടുത്തു. ഒരു തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തു. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ട് വഴറ്റിയെടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഇതിലേക്ക് വേണ്ട ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണോളം മതി, അധികമൊന്നും വേണ്ട. നമ്മളെടുത്ത സാധനങ്ങൾക്ക് അനുസരിച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഉപ്പ് കൂടുതലായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് വ്യത്യാസമാവും. അത് വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. പിന്നീട് ഞാൻ ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ നാളികേരം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉള്ളിയും തക്കാളിയും വറ്റൽമുളകും നന്നായിട്ട് വഴറ്റി അത് വെന്ത ശേഷമാണ് നാളികേരം ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയാണ്. അതും ചേർത്ത് കൊടുക്കാം. കായപ്പൊടി ചേർത്ത ഉടനെ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ ആ കായപ്പൊടി കരിഞ്ഞു പോവും. അപ്പോൾ അതിൻ്റെ ടേസ്റ്റൊക്കെ വ്യത്യാസമാവും. അതുകൊണ്ട് അത് ഓഫ് ചെയ്ത ശേഷം ഒന്ന് തണുക്കാൻ വെക്കണം. തണുത്ത ശേഷം വേണം നമുക്കിത് അരച്ചെടുക്കാൻ. മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിതൊരു പരന്ന പ്ലേറ്റിലേക്കാണ് തണുക്കാൻ വേണ്ടിയിട്ട് ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത്. അതിന് മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കാം. അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഈ ചട്നിയുടെ പ്രത്യേകത നല്ല മയത്തിൽ അരയേണ്ട ആവശ്യമില്ല. കുറച്ച് തരിതരിപ്പോട് കൂടിയിട്ട് വേണം നമ്മളിത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെയാണ്. നമ്മൾ കൂടുതൽ വെള്ളവും ഇതിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത്ര വെള്ളം മതി. അതുപോലെ തന്നെ നമ്മൾ സാധാരണ ചട്നി കടുക് വറക്കണ പോലെ അതും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലെ തന്നെയാണ് ആ ചട്നി ഉപയോഗിക്കുന്നത്. നമ്മുടെ കൊഴുക്കട്ട വെന്ത് പാകമായിട്ടുണ്ട്. അതും തണുത്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റണം. ഇതുപോലെയാണ് ഉണ്ടാവുക. 5-6 മിനിറ്റോളം വെച്ചാൽ മതി. അത്രേ ഇതിന് വേവുള്ളൂ അവലിന്. ഇതുപോലെ വേറൊരു പ്ലേറ്റിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ കൊഴുക്കട്ടയും ചട്നിയും എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. അധികം സമയമൊന്നും വേണ്ട. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ഞാൻ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എല്ലാവരും കാണണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ കൊഴുക്കട്ടയും ചട്നി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല രുചിയായിട്ട് തന്നെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും സമയം കിട്ടുകയാണെങ്കിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരാം.